പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്തിനാണ് ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത്? നമ്മുടെ യേശുനാഥൻ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യരിൽ പ്രവർത്തിച്ച് കയറുന്ന പിശാച് അവനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ഭൂമിയിൽ വന്നത്. നമുക്ക് ആ വചനം ഒന്ന് ശ്രമിക്കാം. 1 യോഹന്നാൻ 3:8. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാച് പാപം ചെയ്യുന്നവനാണ്. പിശാച് കയറുമ്പോഴാണ് നമ്മൾ പാപത്തിലേക്ക് പോകുന്നത്. പല വിധത്തിലും ഒരു മദ്യം കുടിക്കുന്നത് തന്നെ കർത്താവിന് പാപമാണ്. ഒരു നോട്ടം, അനാവശ്യമായി സ്ത്രീയെ നോക്കുന്നതും പാപമാണ്. അപ്പം അതെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സാത്താൻ നുളഞ്ഞു കയറുന്നവനാണ്. അവനെ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത് പറയുന്നു, സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ വന്നത്. അപ്പൊ കണ്ടോ, സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നത്. നമ്മൾ ഈ പാപം കഴുകിക്കളയണം. പാപം ഒരു വ്യക്തി, ഒരു മനുഷ്യന്, ഒരു സ്ത്രീക്ക്, ഒരു പുരുഷന് അത് വേസ്റ്റാണ്. അത് കുമ്പസാര കൂട്ടിൽ നമ്മൾ പറയുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ തിരി രക്തം കൊണ്ട് നമ്മളെ കഴുകും. ഒരു പാപം പോലും മറച്ചു വയ്ക്കാൻ പാടില്ല. ജനിച്ച് ഓർമ്മ വെച്ച കാലം മുതൽ ഇതെല്ലാം പാപം ചെയ്തിട്ടുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ഏറ്റുപറയണം. ഏറ്റവും കുറഞ്ഞത് വിശുദ്ധിയോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ 15 ദിവസത്തിൽ കുമ്പസാരിച്ചിരിക്കണം. അതിന് പല ഇടവകളിലും അച്ഛന്മാരിരിക്കില്ല. ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷിച്ചോളൂ. അത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് ആ വാതിൽ തുറന്നു തരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതവും തന്നനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.